ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇന്ന് നമുക്ക് സ്വാമി വിവേകാനന്ദ ഉദ്യാനം കവടിയ പാർക്കിലോട്ടൊന്ന് പോകാം. അപ്പോൾ അതിൻ്റെ ചെറിയ വീഡിയോ എടുത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഞങ്ങളിന്നും നടക്കാൻ പോകുന്നത് കവടിയാർ സൈഡിലോട്ടാണ്. അപ്പോൾ നടന്നിട്ട് തിരിച്ച് വന്നാൽ ഈ ഉദ്യാനത്തിൽ കയറി കുറേ സമയം അവിടെ ഇരിക്കുകയും എക്സസൈസ് ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ ഈ ഉദ്യാനത്തിൽ ജിമ്മിൻ്റെ കുറേ മെഷീൻ കൊണ്ട് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഷോൾഡറിൻ്റെ വേണ്ടിയുള്ള എക്സസൈസ്, അതുപോലെ ട്വിസ്റ്റിങ് ഹിപ്പിന് വേണ്ടിയുള്ള എക്സസൈസ്, ഷോൾഡറിന് വേണ്ടിയുള്ള എക്സസൈസ്, അങ്ങനെ പല ടൈപ്പിലുള്ള മെഷീൻ ഇവിടെ പുതുതായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ സ്വന്തമായിട്ട് എക്സസൈസ് ചെയ്തിട്ട് പോവുകയും ഇവിടെ പല ടൈപ്പിലുള്ള മെഷീനാണ് ഇവിടെ കൊണ്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ധാരാളം ആൾക്കാർ വന്ന് ഈവനിങ്ങിലാണെങ്കിലും ഡേ ടൈമിലാണെങ്കിലും മോർണിംഗിലാണെങ്കിലും വന്ന് വിശ്രമിക്കുകയും ഈ ജിമ്മിൻ്റെ മെഷീനിലൊക്കെ കയറുകയും അല്ലാതെ ഫ്ലോർ എക്സസൈസ് ഇവിടെ ചെയ്യുകയും ഒക്കെ ചെയ്യും. ഈവനിങ് സമയത്ത് ധാരാളം ആൾക്കാർ ഇവിടെ വന്ന് കാറ്റുകൊള്ളുകയും തമാശകൾ പറയുകയും അങ്ങനെ നമുക്ക് ഇവിടെ വന്ന് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ സ്വാമി വിവേകാനന്ദ ഉദ്യാനം. ധാരാളം ആൾക്കാർ ഇവിടെ വന്ന് ഈ എക്സസൈസൊക്കെ ചെയ്യുകയും പോവുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ വന്ന് കുറേ ടൈം നമ്മൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിൽ നല്ലൊരു ഉന്മേഷവും റിലാക്സും കിട്ടുന്ന സ്ഥലമാണ് ഈ സ്വാമി വിവേകാനന്ദ ഉദ്യാനം. വൈകുന്നേരമൊക്കെ ആണെങ്കിൽ ഈ റോഡിൻ്റെ 4 സൈഡുകളിലും പല ലൈറ്റുകളും വാഹനങ്ങൾ പോകുന്നതും ഒക്കെ കാണാനായി വളരെ നല്ലതാണ്. ഓപ്പോസിറ്റിൽ നിന്ന് കാണുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നതാണ് കൊട്ടാരം. ഏത് പ്രായക്കാർക്കും ചെയ്യാൻ പറ്റുന്ന മെഷീനുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എല്ലാവരും പല പല മെഷീനുകളിൽ മാറി മാറി കയറുകയും എക്സസൈസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്.
ഞാനും എല്ലാ ദിവസവും രാവിലെ നടക്കാൻ പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് ഈ ഉദ്യാനത്തിൽ കയറി ഈ എക്സസൈസുകളിലൊക്കെ മെഷീനിലൊക്കെ ഞാൻ ഓരോന്ന് മാറി മാറി എക്സസൈസ് ചെയ്യുകയും അതിനുശേഷം മാത്രമാണ് ഞാൻ വീട്ടിലോട്ട് പോകുന്നത്. ചില ആൾക്കാർ ഇവിടെ നടക്കാറുണ്ട്. ഒരു 5-6 പ്രാവശ്യം ഈ ഫുട്പാത്തിൽ കൂടി അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ നല്ലതായിട്ട് വിയർക്കുകയും വണ്ണം കുറയുകയും ചെയ്യും. ഈ ഉദ്യാനത്തിൻ്റെ ചെടികൾക്ക് രാവിലെയും വൈകുന്നേരവും ജലം ഒഴിച്ച് നനയ്ക്കുന്നുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ എത്തുന്നതായിരിക്കും. ഓക്കേ.